ഹലോ. ഇന്ന് ഗുരുവായൂർ പോയൊരു വിശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തു. കുറച്ച് നേരം പ്ലാറ്റ്ഫോമിൽ കൂടി നടന്നപ്പോഴേക്കും ട്രെയിൻ വന്നിരുന്നു. ട്രെയിനിൽ ഓടിക്കയറി സീറ്റ് കിട്ടി. കുറച്ച് നേരം ട്രെയിനിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. 11:45 കൂടി ഗുരുവായൂരെത്തി. ഗുരുവായൂരെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു ചായ കുടിച്ചു, നല്ലൊരു മസാല ദോശ കഴിച്ചു. അവിടെ നിന്ന് നേരെ പോയത് ഫ്രഷ് ആകാൻ വേണ്ടിയാണ്. ഫ്രഷായിട്ട് വന്നതിന് ശേഷം ഗുരുവായൂരിലേക്ക് ഒരു നടത്തമായിരുന്നു. പിന്നെ ഭഗവാന് വേണ്ട പ്രസാദങ്ങളൊക്കെ വാങ്ങി ഇന്നെനിക്ക് നിർമ്മാല്യം തൊഴണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഭഗവാന്റെ വലയിലേക്ക് ഓടിയെത്തിയത്. പിന്നെ അവിടെ നേരെ ഫോണും ബാഗും വെക്കാൻ വേണ്ടി ക്ലോക്ക് റൂമിൽ പോയി. അപ്പോഴേക്കും ക്യൂവിൽ നിന്ന് നേരെ ആ ഭഗവാനെ കാണാൻ ഉള്ളിൽ കയറിയിരുന്നു. നിർമ്മാല്യം തൊഴുതു, ഭാഗചാർത്തം കണ്ടു. അതിനുശേഷം കുറച്ച് നേരം ഗുരുവായൂരിൻ്റെ മണ്ണിലൂടെ കുറച്ച് നേരം നടന്നു. പിന്നെ അവിടെയുള്ള കടകളിലൊക്കെ സന്ദർശിച്ചു. ഭഗവാനെ എത്ര തവണ കണ്ടാലും മനസ്സിന് കുളിർമയേകുന്ന ഓരോ നിമിഷമാണ്. പിന്നെ കയ്യിൽ ഒരു ചരട് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ചരടും കിട്ടി. അപ്പോഴേക്കും ഒരു സംഭാരം കുടിച്ചു. കുറച്ച് നേരം ഭഗവാന്റെ മുമ്പിൽ പിന്നെയും ഓടി ചെന്നു. പിന്നെ ഇന്നൊരു പ്രസാദം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ത്രിമധുരമാണ് കഴിപ്പിച്ചത്. ഭഗവാന്റെ മണ്ണിയിരുന്ന് ആ ത്രിമധുരം കഴിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും പ്രത്യേക ഒരു സുഖമാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗുരുവായൂർ വിശേഷം.